ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റിക് മൂവീസ്. അപ്പോൾ എന്നത്തെ പോലെ മലയാളം മൂവിയായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് ഒരു തെലുങ്ക് മൂവിയുടെ ചെറിയൊരു സ്റ്റോറി പ്ലസ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാം ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും, കുറേ റീൽസൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മൂവിയുടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ മലയാളികൾ ചിലപ്പോൾ റീൽസ് കണ്ടിട്ട് അത് സെർച്ച് ചെയ്തിങ്ങ് വന്നാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും വന്നേക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ആ ഒരു റീൽസൊക്കെ കണ്ടപ്പോൾ എന്തോ നല്ല മൂവിയാണെന്ന് തോന്നി. അങ്ങനെ കണ്ട സിനിമയാണ് ഗോഡ് സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി എന്ന മൂവി. നല്ലൊരു വെറൈറ്റി ആസ്പെക്റ്റ് ഉള്ള, പ്രത്യേകിച്ച് വേറെ ഒരു സംഭവം ഇല്ലാത്ത ഒരു ക്യൂട്ട് മൂവിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ട് ഞാൻ കണ്ടതാണ് കേട്ടോ. റീൽസ് കണ്ടിട്ട് ഞാൻ അത് ഇൻസ്പയർ ചെയ്ത് കണ്ടതാണ്, വേറെ ഒരു രീതിയിലും കണ്ടതല്ല. അങ്ങനെ കണ്ട ഒരു മൂവിയാണ്, ഒരു തെലുങ്ക് മൂവിയാണ്. പ്രത്യേകിച്ച് ഒരു കോടതി പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രമാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രാം ജഗദീഷ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ബോർ മൂവി ആയിരിക്കും, പക്ഷെ എല്ലാം നല്ല കിടിലം മൂവിയാണ്. നല്ലൊരു മൊറാലിറ്റി തരുന്ന മൂവിയാണ് കേട്ടോ. പിന്നെന്താ, ഇതിൽ അഭിനയിച്ചേക്കുന്നത് നമുക്ക് അത്രയ്ക്ക് പരിചിതമായിരിക്കില്ല, എനിക്ക് പരിചിതമല്ല. പ്രിയദർശി പുള്ളിക്കൊണ്ട, ഹർഷ് റോഷൻ, പേര് കേട്ടാലൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പേരൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. നേരെ നമുക്ക് എന്താണ് സ്റ്റോറി എന്ന് നോക്കാം കേട്ടോ. ഈ ചിത്രം റിലീസായത് 14-ാം തീയതിയാണ് കേട്ടോ, മാർച്ച് 14-നാണ്. കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, ഇപ്പോഴാണ് റീൽസിലൊക്കെ വന്ന് തുടങ്ങിയത്. ഇനി എൻ്റെ എക്സ്പ്ലോറിൽ ഇപ്പോൾ വന്ന് തുടങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി നോക്കിയപ്പോൾ ഇതിന് മുമ്പും റിവ്യൂസൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ എത്ര പേര് കാണും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വളരെ തുച്ഛമായ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്കുള്ളൂ. വീഡിയോസൊക്കെ 1K ഒക്കെ വരുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എനിക്ക് 1K എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ കോടി വ്യൂസ് കിട്ടിയ പോലത്തെ ഒരു ഇതാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ വലിയ സംഭവം പോലെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ വീഡിയോ ഇട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ ഈ മൂവിയുടെ സ്റ്റോറി അങ്ങ് നോക്കാം. അപ്പോൾ ഈ മൂവിയിൽ സൂര്യ തേജ എന്ന് പറയുന്ന ഒരു ജൂനിയർ ലോയർ ആണ് മെയിനായിട്ട് നമ്മുടെ ക്യാരക്ടറിൽ വരുന്നത്. മോഹൻ റാവു എന്ന് പറയുന്ന ഒരാളുടെ കീഴിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമാണ് ഒരു ദിവസം ഒരു വലിയ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വാദിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ അച്ഛൻ അതുപോലെ അഡ്വക്കേറ്റ് ആവണം എന്നും ഭയങ്കര ആളാവണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് പറ്റാത്ത ഒരു കാര്യം തനിക്കാവണമെന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരിക്കും. ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ. അയാൾക്ക് 19 വയസ്സേ ഉള്ളൂ. അതുപോലെ ഇയാള് ജീവിക്കാൻ വേണ്ടി പല തെണ്ടിത്തരങ്ങളും പല കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ചന്ദ്രശേഖർ. ഈ ചന്ദ്രശേഖറിന്റെ ഫാമിലിയിൽ ഒരു അച്ഛൻ ഒരു വാച്ച്മാൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. അതുപോലെ അമ്മയും അതുപോലെ പെങ്ങളുമാണ് ഉള്ളത്. ചന്ദ്രശേഖർ ഒരു 17 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട്, ജബലി എന്നാണ് ആ കുട്ടിയുടെ പേര്, ആ കുട്ടിയുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് വരുന്നു. ജബലി എന്ന് പറയുന്നത് ഇത്തിരി നല്ല വെൽ റെസ്പെക്റ്റഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ചന്ദ്രശേഖറിന്റെ നൈബറിന്റെ ഫ്രണ്ട് കൂടിയാണ് ഈ കുട്ടി. അങ്ങനെയാണ് ഇവര് തമ്മിൽ ലവ് ആവുന്നത്. മങ്കാപതി എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ. അത് ജബലിയുടെ ആന്റിയുടെ ഹസ്ബൻഡാണ് മങ്കാപതി. അയാളെയാണ് ആ ഫാമിലിയുടെ ഹെഡ് ആക്കി വെച്ചേക്കുന്നത്. അതായത് ജബലിയുടെ ഫാമിലിയുടെ ഹെഡ് എന്ന് പറയുന്നത് ഈ ഒരു അങ്കിളാണ് മങ്കാപതി. എന്തുകൊണ്ടെന്നാൽ ഈ ജബലിയുടെ അച്ഛൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഹെഡ് വേണമല്ലോ. അപ്പൊ അങ്കിളിലാണല്ലോ സാധാരണയായിട്ട് ഹെഡ് ആവുന്നത്. അങ്ങനെയാണ് ഇയാള് ഹെഡ് ആയത്. അപ്പൊ ഇയാള് ദാമോദർ എന്ന് പറയുന്ന ഒരു ലോയറിനെ യൂസ് ചെയ്തിട്ട് ഈ കുട്ടിക്ക്, അതായത് ഈ ചന്ദ്രശേഖറിനെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു. അതായത് ഈ ജബലി ഇങ്ങനെ ഒരു ഇവനുമായിട്ട് പ്രണയത്തിലായതുകൊണ്ടാണ് ഇയാൾക്കെതിരെ കേസ് കൊടുക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് വലിയ കേസുകൾ കൊടുത്ത്, ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു സ്മോൾ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണല്ലോ. അപ്പൊ ആ ഒരു ഫാമിലിനെ മൊത്തത്തിൽ തകർക്കുന്നു. അതായത് അവരുടെ മാനവും വിലയും എല്ലാം പോകുന്നു. ആ രീതിയിൽ പലതരത്തിലുള്ള കള്ളക്കേസുകൾ ഈ ദാമോദർ വക്കീലിനെ യൂസ് ചെയ്തിട്ട് കൂലിക കൊടുത്ത് ഈ മങ്കാപതി ചെയ്യുന്നു. എന്നാൽ എപ്പോഴാണോ ജബലി ചന്ദ്രശേഖരനെ തിരിച്ചും സ്നേഹിക്കുന്നുണ്ടെന്നും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുകയാണെന്നൊക്കെ അറിഞ്ഞതിനു ശേഷം മങ്കാപതി ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അതായത് നമ്മുടെ പോക്സോ കേസിലെ അത് പ്രകാരമാണ് ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ ഈ ഒരു പോക്സോ ആക്ട് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഈ മൈനർ ആയിട്ടുള്ള കുട്ടികൾക്ക് നേരെ
റേപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്ബിഹേവ് ചെയ്താലോ പോക്സോ കേസിൽ പെടുത്തുന്നതായിരിക്കും. ആ ഒരു രീതിയിലാണ് ചന്ദ്രശേഖരനെ മങ്കാപതി അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ സൂര്യതേജ എന്ന് പറയുന്ന വക്കീൽ എങ്ങനെ വരുന്നു എന്നല്ലേ, ഈ സൂര്യതേജ എന്ന് പറയുന്ന വക്കീലിനെയാണ് ചന്ദ്രശേഖർ വെക്കുന്നത്. അതായത് ചന്ദ്രശേഖറിന്റെ വക്കീലാണ് സൂര്യതേജ. അപ്പൊ സൂര്യതേജ എങ്ങനെയൊക്കെ ചന്ദ്രശേഖറിനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തും, എങ്ങനെയൊക്കെ പഴുതുകൾ ഉണ്ടാക്കും എന്നതാണ് ഈ ചിത്രത്തിന്റെ മെയിൻ സ്റ്റോറി. ഇപ്പൊ സൂര്യതേജ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന് കുറേ വർഷത്തിന് ശേഷം കിട്ടുന്ന ഒരു കേസായിരുന്നു ചന്ദ്രശേഖറിന്റെ കേസ്. അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെയധികം ആത്മവിശ്വാസത്തോടെ സൂര്യതേജ ഏറ്റെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു കോർട്ട് റൂം, അതായത് നമ്മളുടെ കോടതി മുറി വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ തന്നെയാണ് ഈ ചിത്രത്തിലും ഉള്ളത്. എങ്കിലും നമുക്ക് പറയാം കുറച്ചുകൂടെ വ്യത്യസ്തമായൊരു ചിത്രമാണ്. സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ ചിത്രമല്ല. കുറച്ചുകൂടെ ഓഡിയൻസിനെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്, അതായത് നമ്മുടെ ഡയറക്ടർ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് വ്യാജ വാർത്തകളും അതൊക്കെ വരുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു മൂവി വളരെയധികം എഫക്റ്റീവായിട്ട് വരും. ആദ്യത്തെ 1 മണിക്കൂറിൽ കോർട്ട് പ്രൊസീഡിങ്സും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ റിയൽ ആയിട്ട് നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. മങ്കാപതി, പോലീസ്, അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷനും അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഒക്കെ വളരെയധികം ദേഷ്യം വരും. അതൊക്കെയാണ് ഈ ചിത്രത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഒരു ക്യൂട്ട് ലവ് സ്റ്റോറി രീതിയിലാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അതായത് പ്രായം കുറഞ്ഞവരല്ലേ, അപ്പൊ അവരുടെ ആ ഒരു നിഷ്കളങ്കതയും അതൊക്കെയാണ് ഈ ചിത്രത്തിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, തെലുങ്ക് ബ്ലോക്ക് ബസ്റ്റേഴ്സിൽ വരുന്ന ഒരു മൂവി തന്നെയാണിത്. ജബ്ലി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ക്യാരക്ടറും രണ്ടുപേരും ആ ഒരു 2 പേരുടെ കെമിസ്ട്രിയും നല്ല രീതിയിൽ ഈ ചിത്രത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യതേജ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്ത ആൾക്കും ആ ഒരു ക്യാരക്ടർ വളരെ ഒരു അഡ്വക്കേറ്റിന്റെ പവറോട് കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സെക്കൻഡറി ക്യാരക്ടേഴ്സ് ഈ ചിത്രത്തിലുണ്ട്. സീനിയർ ലോയറായ മോഹൻ റാവു, അത് അവരൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോഹൻ റാവുവും അതുപോലെ നമ്മുടെ സൂര്യതേജയും തമ്മിലുള്ള ആ ഒരു കോൺവേഴ്സേഷൻ, അവരുടെ ആ ഒരു വാഗ്വാദം, അതെല്ലാം വളരെ നല്ലതായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡയലോഗ് ഡെലിവറീസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. റോഷനും ശ്രീദേവിയും, അതായത് നമ്മുടെ ജബ്ലിയും ചന്ദ്രശേഖർ എന്ന ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ചത് ഇവരാണ്. അപ്പോൾ അവരുടെ ആ ഒരു നിഷ്കളങ്കത്വം എല്ലാം ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിൽ പ്രത്യേകിച്ചും അവർ ഒരുപാട് ഉള്ളിൽ സ്നേഹിക്കുന്നുണ്ട് തമ്മിൽ, പക്ഷെ അത് പുറത്ത് പറഞ്ഞാൽ കുറ്റമാവും, അങ്ങനത്തെ രീതിയിൽ ഉള്ള ഒരു ചിത്രമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രിയദർശി, അതായത് സൂര്യതേജ അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടർ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ്. അദ്ദേഹം ഇതുവരെ അവതരിപ്പിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ്. അതുപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുന്നതെല്ലാം നമ്മൾ വളരെ നല്ല സൊസൈറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ചിത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ നല്ല ഷാർപ്പ് ഡയലോഗ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മൂവിയാണ്. എനിക്ക് പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും കാണുന്ന ആ ഒരു ശൈലിയിൽ ലവ് മാത്രം, റൊമാൻസ് മാത്രം, നായികയ്ക്ക് വേണ്ടി നായകൻ ഓടുന്നു, ചാടുന്നു, ഇടിക്കുന്നു, അടിക്കുന്നു, അങ്ങനെയൊന്നുമില്ലാത്ത നല്ലൊരു മൂവി, എന്താ പറയുക, ക്യൂട്ട് നൈസ് മൂവി എന്ന് പറയാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് കുറേ കാലത്തിന് ശേഷം നല്ലൊരു മൂവി. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ലീഗൽ സൊസൈറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ലീഗലിസം അനുസരിച്ചിട്ട് സ്ത്രീപക്ഷം കൂടുന്നതും, അതായത് സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അത് കോടതി അംഗീകരിക്കുന്നതും, അതുപോലെ സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ ഒരു 17 വയസ്സുള്ള കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിലും അത് പുറത്ത് പറയാൻ പറ്റാത്തതും, അത് വേറെ പല കേസുകളാകുന്നതും ഒക്കെ ഈ ചിത്രത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട മൂവിയാണ് കേട്ടോ. ഞാൻ എല്ലാവർക്കും ഈ മൂവി സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ടീനേജേഴ്സിന് പ്രത്യേകിച്ച് ഈ മൂവി നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കാരണം നിങ്ങളുടെയൊക്കെ ഏജ് ആയതുകൊണ്ടാവാം പെട്ടെന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ മൂവി സജസ്റ്റ് ചെയ്യുന്നു. OTT ഒക്കെ റിലീസായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മൂവി കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കണ്ടവർ കമൻറ്റ് ചെയ്യുക, കാണാത്തവർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനിയും വീഡിയോസുമായിട്ട് വരും. അതുവരെ ബൈ.